ഹായ് ഹലോ ഞാൻ അഫ്സാന. നമുക്കിന്ന് ബയോളജിയിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്നുള്ള ചാപ്റ്ററിൽ ചെറിയൊരു പോർഷൻ നോക്കാം. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് ദെയർ കപ്പാസിറ്റീസ്. ഒന്നാമത്തെയാണ് ടൈഡൽ വോളിയം. നമ്മളൊരു നോർമൽ ഇൻസ്പിറേഷൻ വഴി ഇൻസ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു നോർമൽ എക്സ്പിറേഷൻ വഴി എക്സ്പയർ ചെയ്യുന്നതോ ആയ ഒരു വോളിയം ഓഫ് എയർ ആണ് ടൈഡൽ വോളിയം. അതൊരു അപ്രോക്സിമേറ്റ്ലി 500 ml ഓഫ് എയർ ആണ് വരുന്നത്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ഒരു മിനിറ്റിൽ 12 to 16 ടൈംസ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരു മിനിറ്റിൽ 6000 to 8000 ml ഓഫ് എയർ ഒരു മിനിറ്റിൽ നമുക്ക് ടൈഡൽ വോളിയമായിട്ട് എടുക്കാം. രണ്ടാമത്തെയാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV. ഒരു ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ വഴി അഡീഷണൽ ആയിട്ട് എത്ര വോളിയം ഓഫ് എയർ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അത് അപ്രോക്സിമേറ്റ്ലി 2500 to 3000 ml ഓഫ് എയർ വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV. നമ്മളൊരു ഫോഴ്സിബിൾ എക്സ്പിറേഷൻ വഴി അഡീഷണൽ ആയിട്ട് എത്ര വോളിയം എക്സ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ആവറേജ് 1000 to 1100 ml ഓഫ് എയർ വരെ വരുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ടുള്ള റെസിജ്വൽ വോളിയം. ഒരു ഫോഴ്സിബിൾ എക്സ്പിറേഷന് ശേഷവും നമ്മുടെ ലങ്സിൽ എത്ര വോളിയം ഓഫ് എയർ റിമൈനിങ് ആയിട്ടുണ്ടെന്നുള്ളതാണ് റെസിജ്വൽ വോളിയം. അതൊരു ആവറേജ് 1100 to 1200 ml ഓഫ് എയർ വരെ വരുന്നുണ്ട്. അടുത്ത നമുക്ക് ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ യൂസ് ചെയ്യുന്ന പൾമനറി കപ്പാസിറ്റീസിനെ കുറിച്ച് നോക്കാം. റെസ്പിറേറ്ററി വോളിയംസ് ആഡപ്പ് ചെയ്തിട്ടാണ് പൾമനറി കപ്പാസിറ്റീസ് ഉള്ളത്. ഒന്നാമത്തെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമുക്ക് എത്ര മാക്സിമം എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അത് IRV പ്ലസ് TV എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെയാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഒരു നോർമൽ ഇൻസ്പിറേഷന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് ഓഫ് എയർ മാക്സിമം എക്സ്പയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അത് ERV പ്ലസ് TV എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൂന്നാമത്തെ ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ എത്ര എമൗണ്ട് ഓഫ് എയർ റിമൈനിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. അത് ERV പ്ലസ് RV എന്ന് നമുക്ക് പറയാം. നാലാമത്തെയാണ് വൈറ്റൽ കപ്പാസിറ്റി. ഒരു ഫോഴ്സിബിൾ ഇൻസ്പിറേഷന് ശേഷം മാക്സിമം നമുക്ക് എത്ര എക്സ്പയർ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സിബിൾ എക്സ്പിറേഷന് ശേഷം നമുക്ക് മാക്സിമം എത്ര വോളിയം ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി. അത് നമുക്ക് IRV പ്ലസ് ERV പ്ലസ് TV എന്ന് നമുക്ക് പറയാം. ലാസ്റ്റത്തെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഒരു ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ്റെ എൻഡിൽ നമ്മുടെ ലങ്സിൽ എത്ര അക്കോമഡേറ്റ് ചെയ്യുന്ന എയർ ഉണ്ട് എന്നുള്ളതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അത് നമുക്ക് വേണമെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV എന്നും പറയാം, അല്ലെങ്കിൽ ERV പ്ലസ് RV പ്ലസ് IRV പ്ലസ് TV എന്നും പറയാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ ആയതും എന്നാൽ പലരും ഇപ്പോഴും കൺഫ്യൂഷനായി മാറ്റി വെക്കുന്ന ഒരു ഭാഗമാണിത്. ഇനി അത് വേണ്ട, ഇതാ നിങ്ങൾക്കായുള്ള ക്യാപ്സ്യൂൾ. താങ്ക് യു.